1976 to 1986 വെറും 10 കൊല്ലം മാത്രമാണ് ഈ W123 എന്ന് പറയുന്ന മെർസിഡീസിൻ്റെ ഈ മോഡൽ പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും സെയിൽസ് വോള്യൂം ഉണ്ടാക്കിയ വേറെ ഒരു മെർസിഡീസ് കാറും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. 2.4 മില്യൺ, അതായത് 24 ലക്ഷം യൂണിറ്റ്സാണ് ഈ ജനപ്രിയ വാഹനം വിറ്റഴിച്ചത്. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച മെർസിഡീസ് എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ശരിക്കും മെർസിഡീസ് അന്ന് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചില USPs ഉണ്ടായിരുന്നു. ബിൽഡ് ടു ലാസ്റ്റ്, അത് മെർസിഡീസിൻ്റെ അന്നത്തെ എല്ലാ വാഹനങ്ങൾക്കും ഉള്ള ഒരു USP ആണ്. അതിലുപരി സേഫ്റ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു വണ്ടിയാണ് W123. പിന്നെ കംഫർട്ട്. കാര്യം ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ഇതിനു മുമ്പ് ഉള്ള മെർസിഡീസിനും ഉണ്ടായിരുന്നെങ്കിലും ഇത് ഭയങ്കര ഹൈ എൻഡ് ആയിരുന്നു. പല കാര്യങ്ങൾക്കും ഈ വാഹനം ഒരു പൈനിയർ ആയിരുന്നു. അതായത് ആദ്യത്തെ ജർമ്മൻ ഡീസൽ കാറായിരുന്നു മെർസിഡീസ് W123. അതേപോലെ 1976 മാനുഫാക്ചർ ചെയ്ത ഈ വാഹനം പിൽക്കാലത്ത് സേഫ്റ്റിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ABS വന്നൊരു വാഹനം. നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യുന്നത് 1979 മോഡൽ ആണ്. ഇത് 1979 പോലും ABS ഉള്ള ഒരു വാഹനമായിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് ആ കാലത്ത് നമ്മുടെ നിരത്തുകൾ അടക്കിയുമാണ് ഇരുന്നത് അംബാസഡറും ഫിയറ്റുമാണ്. ABS പോയിട്ട് ഡിസ്ക് ബ്രേക്സ് പോലും ഇല്ലായിരുന്ന ഒരു കാലത്താണ് മെർസിഡീസിൻ്റെ W123 ABS-ആയിട്ട് വന്നത്. അതോടൊപ്പം ഓപ്ഷണലായിട്ട് എയർ ബാഗ് ഉണ്ടായിരുന്ന മോഡലും ഉണ്ട്. W123 പ്രൊഡക്ഷനിലുണ്ടായിരുന്ന ഒരു കാലവും നമ്മുടെ കേരളത്തിൻ്റെ ഒരു എക്കണോമിയുമായിട്ടൊന്ന് മാപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് പെട്രോൾ ഡോളേഴ്സിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അതായത് ഒരുപാട് മലയാളികൾ ഗൾഫിലേക്ക് പോകുന്ന ഒരു കാലം. അന്നൊക്കെ അവിടെ ചെന്ന് കുറച്ച് സാമ്പത്തികമായിട്ട് ഒരു ഉന്നമനം ഉണ്ടായിക്കഴിഞ്ഞാൽ ബെൻസ് കാറായിരുന്നു ഇമ്പോർട്ട് ചെയ്യുന്നത്. ബെൻസ് കാർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ W123 തന്നെയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെയൊക്കെ കേരളത്തിലെ ഒരു എലൈറ്റ് ക്ലാസ്സിന് മാത്രം പൊസസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിരുന്നു W123. നമ്മുടെ മുൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന K. കരുണാകരൻ, അദ്ദേഹത്തിന് ഒരു W123 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലത്ത് ഇതിന് എസ്കോട്ടായിട്ട് പോയിരുന്നത് അംബാസഡർ കാറും ജീപ്പും ആയിരുന്നു. പക്ഷേ അതിലെ ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈലറ്റ് വാഹനങ്ങൾക്ക് ഈ W123യുടെ ഒപ്പം എത്താൻ സാധിക്കില്ലായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച മെർസിഡീസ് ആണെങ്കിലും അന്ന് ഡീസൽ വാഹനങ്ങളുടെ ഒരു പ്രചാരം ആയി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാലും ആ 10 വർഷത്തിനിടയിൽ 55% ഡീസൽ W123 ആണ് വിറ്റഴിച്ചത്. അതും കൂടുതൽ ആ ഡീസൽ വെഹിക്കിൾസിൽ കൂടുതലും വിറ്റഴിച്ചത് 230D ആണ്. പക്ഷെ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഈ വാഹനം 200D ആണ്. അതേപോലെ W123, വാട്ട് ഡസ് ഇറ്റ് സ്റ്റാൻഡ് ഫോർ? W എന്ന് പറഞ്ഞാൽ വാഗൺ എന്നാണ്. അതായത് സെഡാൻ ബോഡി ഷേപ്പുള്ള വാഹനത്തിനെയാണ് വാഗൺ എന്ന് അവർ റെഫർ ചെയ്യുന്നത്. അപ്പോൾ W സീരീസ് ആണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. മെർസിഡീസ് ആദ്യമായിട്ടാണ് ഒരു സ്റ്റേഷൻ വാഗൺ കൊണ്ടുവന്നത്. അത് W123യുടെ പ്ലാറ്റ്ഫോമിലാണ്. സ്റ്റേഷൻ വാഗൺ മാത്രമല്ല, കൂപ്പ ഉണ്ടായിരുന്നു. വേറൊരു പെക്യുലാരിറ്റി ഇതിൻ്റെ ടെയിൽ ലാമ്പ് തന്നെയാണ്. ജർമ്മൻ ഒറിജിനാണ്. യൂറോപ്യൻ കൺട്രീസിൽ ഒരുപാട് സ്നോഫോളുള്ള സ്ഥലമാണ്. അപ്പം സ്നോ അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു ഗ്രൂവ് ടൈപ്പ് ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 70s അല്ലെങ്കിൽ 80s കാര്യം നോക്കിക്കഴിഞ്ഞാൽ കോമ്പറ്റീഷനായിട്ടുള്ള ജാപ്പനീസ് വെഹിക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം വളരെ കോമ്പാക്റ്റ് ആയിരുന്നു. ഇപ്പോൾ കൊറോളാസ് ആയാലും കൊള്ളാം, നിസാൻ സണ്ണി അല്ലെങ്കിൽ ഹോണ്ടയുടെ പ്രില്യൂഡ്, അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് ഒക്കെ വളരെ ക്രാംഡ് ആണ്. പക്ഷേ ഇത് ഭയങ്കര ആമ്പിൾ ബൂട്ട് സ്പേസ് ഉള്ള ഒരു കാറായിരുന്നു അന്നത്തെ കാലത്ത്. അത് കൂടാണ്ട് തന്നെ ഇതിന് നല്ല ഗ്ലാസ് ഏരിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി നല്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ നല്ല വൈഡ് ആയതുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ് വളരെ പക്കയാണ്. നല്ല സ്പീഡിൽ പോയാലും നമുക്ക് കോർണർ ചെയ്യുന്നതിനൊന്നും ഒരു നല്ല എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ടാവും.
അതേപോലെ ഇതിൻ്റെ റാലീസൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കാലത്തൊക്കെ. അപ്പോൾ എന്ത് ചെയ്താലും ഈ വണ്ടി മറിയില്ലായിരുന്നു. 1979 പോലും ഇതിന് സൺറൂഫ് ഉണ്ടായിരുന്നൊരു വാഹനമാണ്. പക്ഷേ അത് പിൽക്കാലത്ത് ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മാനുവലി ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പ് സൺറൂഫ് ആയിരുന്നു. ഇത് ആദ്യ കാലത്ത് വന്ന W123യുടെ ഒരു പെക്യുലാരിറ്റി എന്താണെന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ്സ് ആയിരുന്നു. ഒരു സൈഡിൽ ഹെഡ് ലാമ്പ് ആൻഡ് പാർക്ക് ലാമ്പ്. ലേറ്റർ ഓൺ അത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് റെക്റ്റാങ്കുലർ ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. W123 പ്ലാറ്റ്ഫോമിൽ പല ബോഡി ഫോംസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും പോപ്പുലറായ വാഗൺ അഥവാ സെഡാൻ, പിന്നെ കൂപ്പേ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടും അതിൻ്റെ റൂഫ് ലെങ്ത്ത് കുറച്ചിട്ടും 2 ഡോർ ആക്കിയിട്ടും, പിന്നെ സ്റ്റേഷൻ വാഗൺ ഉണ്ടായിരുന്നു. അതോടൊപ്പം ലിമോസിൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ടായിരുന്നു. അത് 7 സീറ്റർ ആയിരുന്നു. 4 ഡോർ ആയിരുന്നെങ്കിലും 7 സീറ്റർ ആയിട്ടുള്ള ലിമോസിൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള വാഹനം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എലൈറ്റ് ക്ലാസ്സാണ് ഈ വാഹനം യൂസ് ചെയ്തിരുന്നതെങ്കിൽ ടാക്സി സെഗ്മെൻറ്റിലുള്ളവർ വളരെയധികം പ്രിഫർ ചെയ്തിരുന്ന ഒരു വാഹനമാണ് W123. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് എക്കണോമിക് ആസ്പെക്റ്റ് തന്നെയാണ്. എനി ഡേ ഡീസൽ ഈസ് മച്ച് ചീപ്പർ ദാൻ പെട്രോൾ, അല്ലേ? ഇപ്പോഴാണ് ഏകദേശം ഒരേ വില എത്തിയത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നല്ല ഫ്യൂൽ എക്കണോമിയാണ്. ഇതൊക്കെ ഉപരി ബിൽഡ് ടു ലാസ്റ്റ്. ഇത് ശരിക്കും അബ്യൂസ് ചെയ്യാവുന്ന എൻജിനാണ്. എത്ര അബ്യൂസ് ചെയ്താലും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഈ വാഹനവും മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു W123 ആണ്. അതുകൊണ്ട് തന്നെ ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഈ W123 ഇത്രയും നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫൈസലിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഫൈസലിൻ്റെ ടാറ്റ സിയറയും മോറിസ് മൈനറും നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തതാണ്. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അൺടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.